മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഞാൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്, വെറുമൊരു യന്ത്രം. ഒരഴുക്ക് ചാലിന്ന് മറ്റൊരഴുക്ക് ചാലിലേക്ക്. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയനെന്ന സഖാവ് തന്നെ. എന്തരടാ പ്രാർത്ഥിച്ചേർക്ക? മൊത്തത്തിൽ മാറിയാമ. സർക്കസ് ബാൻഡ്, മഴവിൽ ഉടുപ്പ്, അപ്പോഴെപ്പോഴുള്ള പാട്ട്, നീ മൊത്തത്തിൽ മാറിയടാ. മൊത്തത്തിൽ മാറി മാമ. ഞാൻ മാറിയ കാര്യമല്ല, പിന്നെ ആര് മാറി? നമ്മളെ പാർട്ടിയുടെ ലെവല് മൊത്തത്തിൽ മാറിയെന്ന്. അത് പിന്നെ അറിഞ്ഞൂടാ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി നിങ്ങളെ ലെവല് മൊത്തത്തിൽ മാറി തിട്ടമട്ടായില്ലേ? അത് നമ്മൾ എന്തുകൊണ്ടാണ് തോറ്റതെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തിയാമ. ഞാനും അറിഞ്ഞ നിങ്ങൾ പരിഹാരം കണ്ടൊക്കെ അറിഞ്ഞ്. എന്തരാണ്? എടാ, ടി.പി. ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ നിങ്ങള് വെറുതെ വിടാൻ വേണ്ടി തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഓ എന്റെ പൊന്നു മാമ, നിങ്ങൾ ആദ്യം നിങ്ങളെ ഈ പഴഞ്ച ചിന്താഗതി മാറണം. അപ്പോ എന്റെ പഴഞ്ച ചിന്താഗതി ആയിരിക്കും എന്റെ മാമ പുതിയ ന്യൂജനിലോട്ട് വരണം. എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. നമ്മളെ പാർട്ടിയിൽ ഒരാളിലോട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരികയാണ്. അയ്യോ, അതാരടാ വിട്ടുപോയ ആള്? വിളിച്ചോണ്ട് വരണം നമ്മളെ പാർട്ടിയിലോട്ട്, നമ്മളെ പാർട്ടി ഉഷാറാക്കാൻ വേണ്ടി. അയ്യോ, ആരെന്ന് പറഞ്ഞേ? എന്റെ ചെവിയും പോയാ. എന്തരടാ? എന്തരേ മാമ? നികേഷ് കുമാർ. അതാരടാ നികേഷ് കുമാർ? മാമ റിപ്പോർട്ട് അവർ ടി വി ഇല്ലേ? എന്തരേ മാമ റിപ്പോർട്ട് അവർ TV. എടാ, റിപ്പോർട്ട് അവർ TV അല്ല, പിന്നെ റിപ്പോർട്ടർ TV. അതെങ്കിലും പറ. രണ്ടും ഒന്ന് തന്നെ. ഓ, അതില് അതിന്റെ മുതലാളി നികേഷ് കുമാർ സാറ് വരണമെന്ന് നമ്മളെ പാർട്ടിയിലോട്ട്. അയ്യോ, അപ്പൊ പിന്നെ വലിയ ലെവലായിരിക്കുമല്ല. മാമ ഇനി പാർട്ടി മുണ്ണനാവൂല അമ്മ. തന്നെടാ, സ്വന്തം തന്തയെ മുണ്ണനാക്കിയിട്ടാണ് ഇപ്പൊ ഈ പാർട്ടിയിലോട്ട് വരുന്നത്. എന്റെ മാമ അദ്ദേഹം പഴയ ആളല്ലേ? ആര്? എം ഇ രാഘവനാ? ഓ എടാ, എം ഇ രാഘവന് മൊത്തത്തില് നാറ്റിച്ച ഒരു പാർട്ടിയിലെടുത്ത് സ്വന്തം മോൻ പോണെന്ന് പറഞ്ഞ, എടാ തന്തയുടെ അടുത്ത് ഇത്തിരിയെങ്കിലും സ്നേഹമുള്ളവൻ പോവോടാ? പോയേ മാമ, ഇത് ന്യൂജനല്ലേ, ഇത് കുഴപ്പമൊന്നുമില്ല. നികേഷ് കുമാർ സാറ് വരുമ്പോ നമ്മുടെ പാർട്ടിയിലെ ലെവലങ്ങ് മാറും മാമ. നമ്മൾ എന്തും ചെയ്യും. ഈ നികേഷ് കുമാറിനെ പോലെ തന്നെ വേറൊരുത്തനും കൂടെ ഉണ്ട്. അതാരും മാമ? മാണിയുടെ മോൻ ജോസ് കെ മാണി. അങ്ങനെ ഇത് മാണിയെ ഈ പാർട്ടി ഇല്ലാമലാക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയത്നിച്ച് മാണിയുടെ മോനും ഇപ്പം അവരെ പിറകെ തൊട്ടിയും കൊണ്ട് നടക്കല്ലേ? മാമ, നമ്മളെ പാർട്ടിയിൽ എന്തിനാണ് എല്ലാരും വരണത്? എന്തിനാണ് നിന്റെ പാർട്ടിയിൽ വരണത്? മാമ നാട് നന്നാക്കാൻ വേണ്ടിയാ. അയ്യോ, ചാട് നന്നാക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെ പാർട്ടി വന്ന് നമുക്ക് നാടൊക്കെ നന്നായി മാമ. എല്ലാവർക്കും നമ്മളിപ്പോ ഇനി ഉപകാരം ചെയ്യും മാമ. എങ്കിൽ മാമനൊരു ഉപകാരം ചെയ്യടാ. എന്തിനു മാമ? എടേ, വടക്കേ പറത്തേക്കില്ലേ കിണറ്, അതില് ഓരോ ഒന്ന് വെള്ളം ഭയങ്കര നാറ്റം. അതിന് നിന്റെ ഇപ്പൊ മറന്ന കിണറേഷ് കുമാർ കിണറിൽ ഇറങ്ങാൻ വേണ്ടി വലിയ മേസരി എന്നാണല്ലോ പറയുന്നത്. എന്റെ മാമ അന്ന് ഇലക്ഷൻ പ്രചരണത്തിൽ പോയപ്പോഴേ 10-20 വീടുകൾ കയറി. അപ്പൊ ഒരു വീട്ടിൽ പറഞ്ഞ എന്തോ എണ്ണേരെ നീരെന്തോ അത് കിടക്കണ്, ഒന്ന് നോക്കാൻ പറഞ്ഞ് തന്നെ. അങ്ങനെയാണ് നമ്മളെ സഖാവ് എടുത്ത് ചാടിയത്. ചാടി എങ്ങനെ വെള്ളം നോക്കിയപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല മാമ. അപ്പൊ എന്തിനു പറഞ്ഞാലും ചാടി ഇറങ്ങുമോ? പിന്നല്ലാതെ, അതല്ലേ പൊതുപ്രവർത്തകൻ. അതാ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. എന്തിനു മാമ? കിണറിന്റെ കാര്യം രണ്ടാമത് മതി. നമ്മളെ കക്കോസിന്റെ സെറ്റി ടാങ്ക് നിറഞ്ഞു പോയടാ, അതൊന്നും നോക്കാൻ പറയുമോ? മാമ അങ്ങോട്ട് എന്തിനു പറഞ്ഞത്? കഴിച്ചു പോടാ.